PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കില്ലെന്ന് ആവർത്തിച്ച മന്ത്രി വി ശിവൻകുട്ടി. വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. SSK ഫണ്ട് അടക്കം അനുവദിക്കാത്ത കേന്ദ്രത്തിന്റെ നടപടിക്കെതിരെ കോടതിയിൽ പോകുമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം കേന്ദ്ര സർക്കാർ നയങ്ങൾ വിദ്യാർത്ഥികളിൽ അടിച്ചേൽപ്പിക്കുന്ന PM ശ്രീ പദ്ധതിയെ അംഗീകരിക്കില്ലെന്ന് SFI പ്രവർത്തകരും UDSF പ്രവർത്തകരും വ്യക്തമാക്കി. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി സംഘടനകൾ മന്ത്രി വി ശിവൻകുട്ടിക്ക് നൽകിയ നിവേദനത്തെ തുടർന്നാണ് സംഘടനാ നേതാക്കളുമായി മന്ത്രി കൂടിക്കാഴ്ച നടത്തിയത്. ചർച്ചയിൽ കേരളത്തിനാവശ്യമായ ഫണ്ട് ലഭിക്കാൻ എല്ലാവരും കൂട്ടായി പരിശ്രമിക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. 1500 കോടിയിലധികം രൂപ നിലവിൽ കേന്ദ്രം സംസ്ഥാനത്തിന് നൽകാനുണ്ട്. ഇത് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവച്ചില്ല എന്നതിന്റെ പേരിലാണ് തടഞ്ഞുവച്ചിട്ടുള്ളത്. ഇതിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. ഞാൻ കേരള ഗവൺമെന്റിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നയം വ്യക്തമാക്കി. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഒപ്പുവയ്ക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് നയം വ്യക്തമാക്കി. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവയ്ക്കുക എന്ന് പറഞ്ഞാൽ NEP-യിൽ ഒപ്പുവയ്ക്കുന്നതിന് തുല്യമാണ്. അല്ലാതെ ഒപ്പിടണോ വേണ്ടതെന്ന് അതാത് ഗവൺമെൻറ്റിൽ തീരുമാനിക്കേണ്ടത്. ഇന്ന കാര്യം നിങ്ങൾ ചെയ്യണമെന്ന് മാൻഡേറ്റ് തരാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെൻറ്റിലില്ലോ. ഒരു ഫെഡറൽ സംവിധാനത്തിൽ കേരള സംസ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റുണ്ട്. ആ ഗവൺമെൻറ് നയമുണ്ട്. ഗവൺമെൻറ് മത്സരിച്ചത് ഒരു പ്രകടന പത്രിക മുന്നേ വച്ചുകൊണ്ടാണ്. ആ പ്രകടന പത്രികയിൽ ഈ ദേശീയ വിദ്യാഭ്യാസ നയമൊന്നുമില്ല. അതുകൊണ്ട് അതൊന്നും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. PM ശ്രീയുടെ പേരിൽ കേന്ദ്രം സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നതെന്നും ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുമെന്നും ഇടതുപക്ഷാനുകൂല വിദ്യാർത്ഥി സംഘടനകൾ വ്യക്തമാക്കി. ഗവർണറിനെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ABVP നടത്തുന്ന സമരമെന്നും SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഒരു ഒളിച്ചുകളിയുണ്ട്. കൺകറന്റ് ലിസ്റ്റിൽപ്പെടുന്ന വിദ്യാഭ്യാസത്തെ പൂർണ്ണമായും സെൻട്രലൈസ് ചെയ്യാനുള്ള സംഘപരിവാർ അജണ്ടയാണ് ഇതിൻ്റെ പിറകിൽ. ഇതെല്ലാവർക്കും മനസ്സിലാവും. RSSന്റെ നയം നടപ്പിലാക്കാൻ കേരളത്തിൻ്റെ ചെലവിൽ കാര്യങ്ങൾ നടപ്പിലാക്കണം. ഇത് തന്നെയാണ് രാജ്യത്തെമ്പാടും ചെയ്യുന്നത്. PM ശ്രീ മാറ്റി നിർത്തി ഇവിടെ തരാനുള്ള ഫണ്ട്, ആ ഫണ്ട് നൽകിയില്ല എങ്കിൽ കേരളത്തിൽ കേന്ദ്രമന്ത്രിമാർ ചോദ്യം ചെയ്യപ്പെടും, അവർ വഴിമുടക്കപ്പെടും. സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാൻ തയ്യാറാകാത്ത സംസ്ഥാന സർക്കാരിനൊപ്പമാണ് തങ്ങളെന്ന് വലതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളും വ്യക്തമാക്കി. അതേസമയം സംസ്ഥാനത്തിന് തുക അനുവദിക്കാത്ത കേന്ദ്രത്തെ അനുകൂലിച്ചാണ് ABVP പ്രവർത്തകർ യോഗത്തിൽ പങ്കെടുത്തത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.